AK അഭിലാഷ്, അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ അവിടേക്ക് ഷിരൂരിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുടെ ഈശ്വർ മാൽപ്പ ഒറ്റയ്ക്കാണ് ആദ്യം ഇറങ്ങുക. സംഘാംഗങ്ങൾ പിന്നീട് വന്ന് ജോയിൻ ചെയ്യും. ഈശ്വർ മാൽപ്പ ഇറങ്ങിക്കഴിഞ്ഞ് താഴേക്ക് 100 അടിയോളം താഴ്ചയിൽ പോയി നോക്കാൻ പറ്റും എന്നാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. ആ പരിസരത്തായിരിക്കും ആദ്യം നോക്കുക, ജാക്കി കിട്ടിയ ഭാഗത്ത്. അതിനുള്ള സാധ്യത കൂടുതലാണെന്നാണോ അഭിലാഷം മനസ്സിലാക്കുന്നത്? ഇനി പ്രേക്ഷകർക്ക് ആ 3 സ്പോട്ടുകൾ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ക്യാമറയിൽ. ഒപ്പം അഭിലാഷം നിൽക്കുന്ന ആ റോഡിൻ്റെ അവസ്ഥയും അതുവഴിയുള്ള ട്രാഫിക്കും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. കാര്യം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലമായിട്ടത് മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗമൊന്ന് നമുക്ക് കാണാം. കാരണം ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ ആ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് താഴെയായിട്ടായിരുന്നു അർജുൻ്റെ ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നത്. അർജുൻ്റെ ട്രക്കിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ട്രക്കാണ് മണ്ണിടിച്ചിൽ ഒരു പക്ഷേ ഈ ഭാഗത്തുകൂടെ, ഇത് ലക്ഷ്മണൻ്റെ ചായക്കടയുണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഈ സ്ഥലത്തായിരുന്നു ഈ ലക്ഷ്മണൻ്റെ ചായക്കടയുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അർജുൻ ട്രക്ക് നിർത്തിയിട്ട് ഉറങ്ങിയിരുന്നത്. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന ആ സമയത്ത് ഈ ട്രക്ക് ഇതുവഴി ഈ പുഴയിലേക്ക് ഇങ്ങനെ മണ്ണിടിച്ചിലിനൊപ്പം ഈ പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുള്ള കാരണം ഇന്നലെ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ ഈ പുഴയുടെ ഈ അടിവാരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 15 മീറ്ററോളം ദൂരത്തുള്ള ഒരു സ്ഥലത്താണ് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 40 അടിയോളം താഴ്ചയുണ്ട് എന്നാണ് ഈശ്വർ മാൽപ്പ അടക്കം പറയുന്നത്. ഏതായാലും ഇന്ന് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം ആ മേഖലയിലൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത, ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുകയും ചെയ്തത്. മറ്റൊരു കാര്യം, മനാഹുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇതൊരു ഭാരവാഹനമാണ്. ഇത്രയും ഈ മരവുമായി തടിയുമായി കൊണ്ടുവരുമ്പോൾ ഭാരം അതിനുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ വാഹനം നിർത്തിയിടുന്ന സമയത്ത് ഒരു പക്ഷേ ഡ്രൈവർമാർ ജാക്കി ഊരിയതിന് ശേഷം ടയറിൻ്റെ അടിയിൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ടയർ ഉയർത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ടയറിന് കൂടുതൽ ബലം, കാറ്റ് വരുന്ന സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ജാക്കി വെച്ച് ഉയർത്തി വെക്കാറുണ്ട്. അങ്ങനെ വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ ജാക്കിയും ഈ വാഹനവും രണ്ടായി തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിടിച്ചിലൊപ്പം ട്രക്ക് വേറൊരു വഴിക്കും അതോടൊപ്പം തന്നെ ജാക്കി മറ്റൊരു വഴിക്കും വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ 2 സാധ്യതകളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതല്ല, ജാക്കി ഈ വാഹനത്തിനൊപ്പം തന്നെ അതിൻ്റെ ടൂൾ ബോക്സിലായിരുന്നു ഉള്ളതെങ്കിൽ ഈ ഇടിഞ്ഞു വീഴുന്ന മണ്ണിനൊപ്പം ഈ ടൂൾ ബോക്സ് തകരാനും ഈ പുഴയിലേക്ക് പതിക്കാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുഴയിൽ ഒരു പക്ഷേ ട്രക്ക് ഇപ്പോൾ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തിന് ആ സമീപ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കണ്ടെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. ഒരു ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്, ഒരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. ആ സൂചന കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ ഈശ്വർ മാൽപ്പ ഈ 100 അടിയോളം ദൂരത്തിൽ ഇന്നലെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ കല്ലുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പുഴയുടെ കുത്തൊഴുക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചളിയൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്. അതായത് പരിശോധനയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, വളരെ സുഖകരമായി തന്നെ തെരച്ചിൽ നടത്താവുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 50-60 മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന ആ 3ാമത്തെ സ്പോട്ടുള്ളത്. ആ സ്പോട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ സ്പോട്ടിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 50 മീറ്റർ 60 മീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഈ മണ്ണിൻ്റെ കുത്തൊഴുക്കിൽ ഒരു പക്ഷേ ഈ ജാക്കി ഇവിടെ തങ്ങി നിൽക്കാനും അതോടൊപ്പം തന്നെ ട്രക്ക് കുറേ കൂടി മുന്നോട്ട് നീങ്ങി ആ മൺകൂനയ്ക്ക് സമീപത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആ സാധ്യതകൾ തന്നെയാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതായത് ജാക്കി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ സ്പേസിൽ നിന്ന് ആ സ്ഥലത്തേക്ക്, അതായത് 50 മീറ്റർ അകലെയുള്ള ആ ഭാഗത്തേക്ക് വിശദമായ ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടത്തുക. ഏതാണ്ട് 150 അടിയോളം ദൂരത്തിലേക്ക് അത്തരത്തിൽ പരിശോധന നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ട്രക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുത്തൊഴുക്കിൽ, അതായത് ശക്തമായ ഈ വെള്ളപ്പാച്ചിലിൽ നദിയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന ചളി ഏതാണ്ട് മുഴുവൻ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പാറക്കെട്ടുകൾ മാത്രമാണ് ആ നദിയുടെ അടിത്തട്ടിലുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ വാഹനമുണ്ടെങ്കിൽ, ട്രക്ക് ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് സൂര്യപ്രകാശം ശക്തമായി വരുന്നൊരു ഘട്ടത്തിൽ വളരെ സുതാര്യമായി തന്നെ അടിഭാഗത്തേക്ക് കാണാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈശ്വർ മാൽപ്പ പങ്കുവെക്കുന്നത്. ഏതായാലും വളരെ ഏകോപനത്തോടെയുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും നീങ്ങിയിരിക്കുന്നു. ഏകോപനത്തോടെയുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നേതൃത്വം നൽകാൻ പോകുന്നത്. നാവിക സംഘം കൂടി ഇവിടെ എത്തുന്നു. ഈശ്വർ മാൽപ്പയായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുക. ഉച്ചവരെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കും ഇവിടെ തെരച്ചിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഈശ്വർ
ഈശ്വർ മൽപ്പയുടെ കൂടെ ഉണ്ടാവുന്ന മറ്റ് 3 ഡ്രൈവർമാർ കൂടി പ്രദേശത്ത് എത്തുകയും അവിടെ വ്യാപകമായുള്ള ഒരു പരിശോധനയിലേക്ക് പോവുകയും ചെയ്യുക. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കാണ് പ്രാമുഖ്യം നൽകുക. അതിനുശേഷം ഈ സ്പോട്ട് 3ലേക്ക് വളരെ പതുക്കെ അവിടെയൊക്കെ വ്യാപകമായി തെരച്ചിൽ നടത്തിയ ശേഷം സ്പോട്ട് 3ലേക്ക് നീങ്ങുന്ന തരത്തിലൊരു തെരച്ചിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ തന്നെ വ്യക്തമാക്കുന്നത്. ഓക്കെ അഭിലാഷ്.